മഴക്കാലം ആയാലേ നമ്മുടെ വീട്ടിലെ ഗ്രില്ല് ഗേറ്റ് ഒക്കെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. വേറൊന്നുമല്ല, WD-40 ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ടും വേണ്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇതിന് വന്നിട്ട് 2 നോസിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു നാരോ നോസ്റ്റിൽ കൂടെ ഉണ്ട്. ഇത് നമുക്ക് ചെറിയ ഭാഗങ്ങളിലൊക്കെയാണ് സ്പ്രേ ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു നോസ്റ്റിൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് അധികമായിട്ട് നമുക്ക് വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഴക്കാലമൊക്കെ കഴിയാറാകുമ്പോഴേക്ക് നമ്മുടെ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും നല്ല പാടായിരിക്കും. റസ്റ്റൊക്കെ വന്നിട്ട് ശരിക്കും അത് സ്റ്റക്കായിട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു WD-40 ഈ ഒരു ജോയിൻ്റെ ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഗേറ്റ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമുക്ക് തുറക്കാനും അടയ്ക്കാനും കഴിയുന്നതെന്നുള്ളത്. അടുത്ത യൂസ് നമുക്ക് നോക്കാം. സൈക്കിൾ ചെയിൻ്റെയൊക്കെ ഭാഗത്ത് റെസ്റ്റ് വരുന്നത്, അതുപോലെ തന്നെ ചെയിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സൈക്കിൾ ഓടിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് ഒക്കെ മാറി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും. മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കുമുള്ള വലിയൊരു പ്രശ്നമാണ് ഗേറ്റിൻ്റെ ലോക്ക് തുറക്കാനും അടയ്ക്കാനുമുള്ള ബുദ്ധിമുട്ട്. ശരിയല്ലേ? ഇത് ഫേസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. മഴവെള്ളം ലോക്കിനുള്ളിലേക്ക് പോയിട്ട് തുരുമ്പ് വരുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്കിതുപോലെ തുറക്കാനും അടയ്ക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള സമയത്ത് WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് എത്ര തുരുമ്പ് പിടിച്ച് സ്റ്റക്കായിട്ടുള്ള ലോക്കാണെങ്കിലും നമുക്ക് തുറക്കാനും അടയ്ക്കാനും കഴിയും. നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഉള്ള കുഴിയിലും കുണ്ടിലും ഗട്ടറിലും ഒക്കെ വീണിട്ട് മഴവെള്ളമൊക്കെ കയറി തുരുമ്പ് പിടിച്ച് മിക്ക സമയത്ത് രാവിലെ നമ്മൾ ബൈക്ക് സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു WD-40 സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് വാഷ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. കാറിൻ്റെ ഡോറിലുള്ള ആ ഒരു ഹാൻഡിൽ ക്ലീൻ ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ കാറിലെ വൈപ്പറൊക്കെ സ്റ്റക്കാവുകയാണെങ്കിൽ അതൊക്കെ മാറ്റാനും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വീടിന് ഉള്ളിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ തുരുമ്പ് പിടിച്ച പാത്രമാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ലൈവായിട്ട് തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഞാൻ ഉരച്ച് കഴുകുന്ന ഭാഗത്തൊക്കെ ആ ഒരു റെസ്റ്റ് പോയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമ്മൾ പുതിയ പാത്രം വാങ്ങിയതുപോലെ തന്നെ തിളക്കത്തിൽ കിട്ടിയിട്ടില്ലേ. സത്യത്തിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് എൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ചെന്നൈയിലെ വെള്ളം നിങ്ങൾക്ക് എല്ലാം അറിയാം. എത്ര നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും പെട്ടെന്ന് അതിനകത്ത് തുരുമ്പ് വരും. അപ്പം ഈ ഒരു ബാത്റൂമിലെ ഡ്രെയിനേജിൻ്റെ പൈപ്പിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും തുരുമ്പ് പിടിച്ച് കിടക്കാറുണ്ട്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാത്റൂമിനുള്ളിലുള്ള ഫിറ്റിങ്സുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ക്ലോസറ്റിൻ്റെ ആ ഒരു മഞ്ഞ നിറമൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് മിനിമം ഒരു 4 മാസമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. സ്ഥിരമായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്നും തിളച്ച് തൂകി ഗ്യാസിൻ്റെ ബർണറിലേക്ക് വീണിട്ട് അതിൻ്റെ ഹോൾസുകളൊക്കെ അടഞ്ഞു പോകാറുണ്ട്. അടഞ്ഞ ആ ഒരു ബർണർ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് നഷ്ടം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഇതുപോലെ WD-40 നമ്മുടെ ബർണറിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അടഞ്ഞ ഹോൾസൊക്കെ തുറന്ന് ബർണർ നല്ലപോലെ കത്തും. നിങ്ങളുടെ ഗ്യാസിൻ്റെ ബർണറിൽ കത്തുമ്പം ചുമന്ന ഫ്ലെയിമൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ലതുപോലെ അതിൽ ഗ്യാസ് നഷ്ടം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ബർണർ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം തീരെ കത്താതിരുന്ന എൻ്റെ ബർണറാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കത്തിച്ച് കാണിക്കുന്നത്. നല്ല പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈവനായിട്ട് തീ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീല ഫ്ലെയിമാണ് കേട്ടോ വരുന്നത്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.